ഓസ്കാറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്ത സിനിമ. ആ സിനിമയിലെ പാട്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു സവിശേഷത വേണമല്ലോ. ആ പാട്ടിന് ലാൽ ജോസ് തിരഞ്ഞെടുത്തത് രണ്ടുപേരെ, വയലാർ ശരചന്ദ്രവർമ്മയെയും ഒരുപാട് ഹിറ്റുകൾ ലാൽ ജോസിന് സമ്മാനിച്ചിട്ടുള്ള വിദ്യാസാഗറിനെയും. നേരത്തെയും സിനിമയ്ക്ക് വേണ്ടി തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു ജനകീയ എഴുത്തുകാരൻ എന്ന വിശേഷണം ശരത്തിന് നേടിക്കൊടുത്തത് അക്ഷരാർത്ഥത്തിൽ ഈ ഗാനമായിരുന്നു. അത്രയധികം സംഗീതാസ്വാദകർ ഏറ്റെടുത്ത ഒരു പാട്ടായിരുന്നു ഇത്. പാട്ടൊരുക്കത്തിന് ചെന്നൈയിൽ നിന്ന് വിദ്യാസാഗർ ആലപ്പുഴയിലെത്തി. അങ്ങനെ ശരത്തിനെ നേരിൽ കണ്ട് പാട്ടിനെ കുറിച്ച് സംസാരിച്ചു. ആദ്യം വരികൾ എഴുതിയ ശേഷം ഈണം തയ്യാറാക്കാമെന്ന് ലാൽ ജോസിനെ വിദ്യാസാഗർ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ ആലപ്പുഴയിൽ പാട്ടൊരുക്കം അങ്ങനെ പുരോഗമിക്കുകയാണ്. വെറുതെ ഹാർമോണിയത്തിൽ വിദ്യാസാഗർ ചില ഈണങ്ങളൊക്കെ വായിച്ചു. അതിലൊരു ഈണമാണ് ഈ പാട്ടിനായി ഉപയോഗിക്കപ്പെട്ടത്. ആ ഈണത്തിന് പക്ഷേ പ്രത്യേകിച്ചൊരു മീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മീറ്റർ ഇല്ലാത്ത ഈണത്തിന് എങ്ങനെയാണ് വരികൾ എഴുതുക എന്ന് ശരത്ത് വെറുതെ ചിന്തിച്ചു. അപ്പോഴാണ് ക്യാമറാമാൻ രാജീവ് രവി ആലപ്പുഴയ്ക്കടുത്ത് ഓമനപ്പുഴ എന്ന പേരിലൊരു കടപ്പുറമുണ്ട് എന്നുള്ള കാര്യം ലാൽ ജോസിനെ അറിയിക്കുന്നത്. നമ്മുടെ സിനിമയുടെ ചിത്രീകരണത്തിന് ആ സ്ഥലം ഏറ്റവും അനുയോജ്യമായിരിക്കും എന്ന് ലാൽ ജോസിനെ ഈ ക്യാമറാമാൻ അറിയിച്ചു. അങ്ങനെയാണ് ശരത്തിനൊരു ക്യാച്ച് കിട്ടുന്നത്. എന്തുകൊണ്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന അതേ സ്ഥലത്തിന്റെ പേരിൽ ഈ പാട്ടിന്റെ വരികൾ തുടങ്ങിക്കൂടാ എന്ന് ശരത്ത് ഓർത്തു. അങ്ങനെ അയാൾ ഇങ്ങനെ തുടങ്ങി. ശ്രീനിവാസന്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു ഇത്. അയാളുടെ വളർച്ച കൃത്യമായി അടയാളപ്പെടുത്തിയ പാട്ടുകളിൽ ഒന്ന്. ഗാനങ്ങൾ ചിത്രീകരിക്കുന്നതിലെ ലാൽ ജോസിന്റെ മികവ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആ മികവ് കൂടിയാണ് ഈ പാട്ടിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത്.